ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഫ്രെയിം കൊറിയർ ചെയ്യണ സമയത്ത് എങ്ങനെയാണ് മാക്സിമം നല്ല രീതിയിൽ അവർക്ക് ഡാമേജ് ഒന്നും വരാതെ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് പാക്ക് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ ആദ്യം പാക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഒരെണ്ണം കൂടെ പാക്ക് ചെയ്യാണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ പാക്ക് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഹലോ. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് പാക്ക് ചെയ്യണത്, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ എങ്ങനെ നമുക്ക് പാക്ക് ചെയ്യാം, കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാർഡ്ബോർഡുകൾ നമുക്ക് വീട്ടിലിപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡുകളെല്ലാം നിങ്ങൾ ഇതുപോലെ എടുത്ത് വെക്കുക. ചെറുതായാലും വലുതായാലും ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ചെറുതാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാം ഒരേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ല, കണ്ടോ? ഇതുപോലൊക്കെയുള്ള, കണ്ടില്ലേ? ഇതുപോലെയുള്ള ചെറിയ പീസുകളൊക്കെ കിട്ടിയാൽ നിങ്ങൾ എടുത്ത് വെക്കുക. അപ്പോൾ ഈ പീസുകളൊക്കെ ഞാൻ ചെയ്ത് വരുമ്പോൾ ബാലൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. നമുക്ക് ഒന്നും തീരെ കിട്ടാത്ത സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തെർമോക്കോളിൻ്റെ ഇതുപോലെയുള്ള ബോർഡ്, തെർമോക്കോളിൻ്റെ ബോർഡ്. അപ്പോൾ ഇത് കുറച്ച് കട്ടി കുറഞ്ഞതാണ്. അപ്പോൾ കട്ടി കൂടിയത് ഇപ്പോൾ അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കട്ടി കുറഞ്ഞത് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിക്ക് വെച്ച് കൊടുക്കേണ്ടി വരും മാത്രം. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഇതിങ്ങനെയാണ് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട്, ഇതിങ്ങനെയാണ് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്, കൊണ്ടുവരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ സെൻറ്ററിൽ തന്നെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരിക. എവിടെയെങ്കിലും കട്ട് ചെയ്താൽ നമുക്ക് ഫ്രെയിമ് വെക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ ബാലൻസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് ഇല്ലാത്ത സമയത്ത്, കിട്ടാത്ത സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രെയിമാണ് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പൊടിയൊന്നും പാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രെയിം മേടിക്കുന്ന സമയത്ത് തന്നെ ഈ ഫ്രെയിം കവർ ചെയ്തിട്ടൊരു ചെറിയൊരു കവർ നമുക്ക് കിട്ടും, ഒരു ട്രാൻസ്പെറൻറ്റ് കവർ. അത് നമ്മൾ എടുത്ത് വെക്കാം കേട്ടോ. പക്ഷെ ഇപ്പം എൻ്റെ അടുത്തത് എവിടെയെന്ന് കാണുന്നില്ല, എന്ത് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വേറെ എൻ്റെ അടുത്തൊരു പഴയ കവറുണ്ട്, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഈ ഒരു കവർ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ പാക്കിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇതുപോലെയുള്ള കവറുകളൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാക്കിങ്ങിൻ്റെ ക്യാഷ് കൂടെ മേടിക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുതലാകില്ല. ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഫ്രെയിം ചെയ്യണ സമയത്ത് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു ബ്ലാക്ക് ടാപ്പ് വെച്ചിട്ട് ഹൈഡ് ചെയ്യണം കേട്ടോ. ഈ ക്ലിപ്പുള്ള ഭാഗത്ത്, പിന്നെ ഈ ഫ്രെയിമും ക്ലിപ്പുള്ള ഭാഗത്ത് ഇങ്ങനെ രണ്ട് ഭാഗത്തും കൂടെ വരുന്ന രീതിയിൽ കവർ ചെയ്യണം. അപ്പോൾ കൂടുതൽ കാലം ഇത് കേട് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ക്യാഷ് മേടിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കാതെയാണ് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള കവറൊക്കെ വെച്ച് കൊടുത്താൽ മതി. അവർക്ക് സേഫായിട്ട് എത്തിച്ചു കൊടുക്കാമെന്നാണ് നമ്മുടെ ഉദ്ദേശം. ആ ഒരു ഉദ്ദേശത്തോട് കൂടി ചെയ്യുക. പിന്നെ ഈ ഒരു തെർമോക്കോളിൻ്റെ ബോർഡിന് 20 രൂപയാണ്. ഇത് കട്ടിയുള്ളതാണ് കേട്ടോ. കട്ടിയുള്ളതാകുമ്പോൾ അതിനേക്കാളും ക്യാഷ് കൂടും. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ കവർ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എക്സ്ട്രാ സ്പേസ് ഒന്നും വരില്ല. ഈ ഒരു കവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ടൈറ്റ് ആക്കിയിട്ട് പിടിച്ചിട്ട് ഇതുപോലെ ഞാനൊരു ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതുപോലെയുള്ള ടാപ്പാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിന് വരുന്നത് 55 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറുതും വലുതും അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ തെർമോക്കോളിൻ്റെ പീസ് എടുക്കാം. ഓക്കെ, ആദ്യം ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ പിന്നെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ തെർമോക്കോളുമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചെറിയ പൊടികളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള കാർഡ്ബോർഡുമൊക്കെ പൊടികളുണ്ടാവും. അതൊക്കെ ഈ ഒരു ഫ്രെയിമിലോട്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആദ്യം ചെയ്യണത്. ഈ ഒരു ഫ്രെയിം കാർഡ്ബോർഡിൽ ഈ തെർമോക്കോളിൻ്റെ ബോർഡിൽ വെക്കുക.
എന്നിട്ട് ഇതിൻ്റെ അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രെയിം ഇവിടെ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സുഖമാണല്ലോ. അപ്പോൾ ഇത് ഞാൻ 4 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 എണ്ണം ഇങ്ങനെയും വെച്ച് കൊടുക്കുന്നുണ്ട്. 2 എണ്ണം താഴെയും 2 എണ്ണം മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. കട്ടിയുള്ളതാണെങ്കിൽ ഒരു ഭാഗത്തൊന്നും മറ്റേ വശത്തൊന്നും കൂടെ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ഈ ടാപ്പ് എടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ടാപ്പിൻ്റെ കാര്യത്തിൽ പിശുക്കത്തരം കാണിക്കരുത്, പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ പിശുക്കത്തരം കാണിക്കരുത്. കാരണം മാക്സിമം നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയിട്ട് പിടിച്ചിട്ട് ചെയ്യാം. പൊട്ടാതെ എത്തിക്കൽ നമ്മുടെ ആവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. ഈ പാക്കിങ്ങിന് അത്യാവശ്യം ടാപ്പ് നമുക്ക് ചിലവാകും, ഇതുപോലെ കവർ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. ഇനി നമുക്ക് ഈ 2 വശവും ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ, നമുക്ക് മൊത്തത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലുള്ള കാർഡ്ബോർഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ വലിയ കാർഡ്ബോർഡ് പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ടാപ്പ് ചുറ്റി കൊടുക്കാം. അപ്പോൾ അതിനാണ് ഈ പീസുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഈ വലിയൊരു പീസ് എൻ്റെ അടുത്തുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഇപ്പം തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒന്നും കൂടെ ടാപ്പ് ചെയ്യുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തു. ഈ മറ്റേ വശത്തും ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും നേരത്തെ പരിപാടി തന്നെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. നല്ല ടൈറ്റിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് കാണിച്ചേ. അപ്പോൾ ഇത് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഈ ഭാഗത്ത് ഇപ്പോൾ 2 കളർ കണ്ടു ഡിഫറെൻ്റ്, ഈ കളർ ടാപ്പ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ കളർ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം വെക്കുന്നത് ഞാൻ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ തെർമോക്കോളിലെ ചെറിയ പീസുകൾ വെച്ചിട്ട് ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിലിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ചുറ്റി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഫുള്ളായി അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട്. കാരണം അപ്പോൾ എങ്ങനെ പാക്ക് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇതുപോലെ പാക്ക് ചെയ്താൽ ഡാമേജ് ഒന്നും ഇല്ലാതെ അവർക്ക് എത്തിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ കൊറിയർ, ഇനി നമുക്ക് ഇതിന്മേൽ അഡ്രസ്സ് എഴുതാനുണ്ട്. അഡ്രസ്സ് എഴുതിയിട്ട് നമുക്ക് കൊറിയർ ചെയ്യാം. ഞാൻ dtdc വഴിയാണ് കൊറിയർ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രൊഫഷണലും ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് dtdc ആണ് സൗകര്യം. അപ്പോൾ dtdc ചെയ്യുമ്പോൾ എത്രയാണ് ക്യാഷ്, പിന്നെ നമ്മൾ അഡ്രസ്സിൽ എന്തൊക്കെ എഴുതണം, പിന്നെ അവിടെ എത്തിയിട്ട് എന്ത് പറയണം, അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഇൻഷാ അല്ലാഹ് ഉടനടി ചെയ്യാം.
അപ്പോൾ ഈ വീഡിയോ കുറച്ച് ചിലപ്പോൾ ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ പറയാത്തത്. പിന്നെ എല്ലാം ഇപ്പം തന്നെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാം ഒരു വീഡിയോയിൽ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്ത് പിശുക്കത്തരം കാണിക്കാതെ പാക്ക് ചെയ്യണം കേട്ടോ. കാരണം ഒന്നുമല്ല, നമ്മൾ ഇൻസുലേഷൻ ടാപ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചിലവാകുന്നുണ്ട്. അപ്പോൾ ചിലർ പാക്കിങ്ങിൻ്റെ ക്യാഷ് മേടിക്കും, ചിലർ മേടിക്കില്ല. അപ്പോൾ ഞാൻ പാക്കിങ്ങിൻ്റെ ക്യാഷ് മേടിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം കേട്ടോ. മാക്സിമം നല്ല വെയിറ്റ് മീൻസ് ചിലപ്പോൾ അവർ പറഞ്ഞ കൊറിയർ ഓഫീസിൽ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെയാണ് വെക്കുക, ഓരോന്നും ഇങ്ങനെയാണ് വെക്കുക, വെച്ചിട്ട് ഇങ്ങനെ അടുത്തത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ ആകുമ്പോൾ പൊട്ടുന്നതല്ലേ, അപ്പോൾ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡൊക്കെ, ഇപ്പോൾ തീരെ കട്ടില്ലാത്ത കാർഡ്ബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ കവർ ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ തെർമോക്കോൾ നമ്മൾ കട്ടിയില്ലാത്തതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് നിങ്ങൾ പാക്ക് ചെയ്യരുത്, 2 തന്നെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് പാക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ക്രാഫ്റ്റിനോട് ഇഷ്ടമുള്ളവർക്ക് മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.